ഉച്ചക്കത്തെ ലഞ്ചിന് ഇന്നത്തെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പയറിൻ്റെ ഒരു ഉപ്പേരി, പിന്നെ അയല മുളകിട്ട കറി, പിന്നെ മോര് കാച്ചിയത്, പിന്നെ പച്ചക്കായൻ്റെ ഒരു മോര് കറി കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ഉച്ചക്കത്തെ ഞങ്ങളുടെ ഫുഡ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ ഞാനും മുത്തേട്ടനും കൂടെ ചോറ് തിന്നായിരുന്നു കേട്ടോ. മോള് കഞ്ഞി കുടിച്ചിട്ട് അത്രയും ടൈമേനായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അത്ര വിശപ്പ് വരാനേ ഉള്ളൂ. നല്ല കളിയാണ് മൂപ്പറ്. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാത്തും പിന്നെ എന്താ വെച്ചാൽ ഫസ്റ്റ് ബുക്ക് കൊടുത്താൽ പിന്നെ ഞാൻ തിന്നണമെങ്കിൽ എന്തായാലും ഒരു 3 മണിയൊക്കെ ആവും. അത്രയും ടൈമൊക്കെ എടുക്കുമല്ലോ ചോറ് തിന്ന്. അപ്പോൾ ഞാൻ വേഗം തിന്നിട്ട് മൂക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോര് കറിയും പയറുപ്പേരിയും, മോര് കറിയല്ല മോര് കാച്ചിയതും പയറുപ്പേരും ഫിഷ് കറിയൊക്കെ എന്നുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വലിയ എന്താ പറയുക സ്പെഷ്യലൊന്നുമില്ല, ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. എന്താ വെച്ചാൽ നല്ല വെയിലുള്ളൊരു കാലാവസ്ഥയായിട്ടെന്ന്. മഴ കുറച്ച് കുറവേനും. പിന്നെ എൻ്റെ ഒരു മനസ്സെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയിൽ നന്നായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു മനസ്സാട്ടോ. കാരണം മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ആകെ ഗ്ലൂമി ആയിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്താ പറയുക, എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒന്നിനൊരു ഒരു പ്രസന്നത ഉണ്ടാവില്ല. ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും മഴയുള്ള സമയത്ത്. പിന്നെ വെച്ചാൽ വെയിലരച്ച് ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. എനിക്ക് എന്തെങ്കിലും പണിയെടുക്കാനോ എവിടെയും പോകാനൊക്കെ ഭയങ്കര ഒരു ഹാപ്പി മനസ്സായിരിക്കും ഈ വെയിലറിക്കുന്ന സമയത്ത് കേട്ടോ. മഴയുള്ള സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര മൂഡ് ഓഫ്, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. മൊത്തം എൻ്റെ മനസ്സ് ആകെ ഒരു തകർന്ന പോലെയൊക്കെ ആയിരിക്കും മഴയുള്ള സമയത്ത്. അതെനിക്ക് ആദ്യം മുതലേ ഉള്ളത് ഈ ഒരു സംഭവം. അങ്ങനെ ആയിരിക്കും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചോറൊക്കെ തിന്ന് കഴിയാനായി. ചോറ് തിന്നിട്ട് മോൾക്ക് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് പുറത്ത് പോകാനുണ്ട്. മോൾക്ക് ഡ്രസ്സ് എടുക്കണം. അതിന് ശേഷം ഞാൻ തിന്നതിന് ശേഷം ഞാൻ മോൾക്ക് ചോറ് കൊടുക്കാമെന്ന് വെച്ചിട്ട് മോൾക്ക് ചോറൊക്കെ എടുത്ത് മോളുടെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് ചോറ് കൊടുക്കുന്നതിനാൽ എന്തായാലും 2 മണിക്കൂർ എന്തായാലും എടുക്കും കേട്ടോ. അവരെ നമ്മൾ ലോക്കായിരിക്കും. അപ്പോൾ മെല്ലെ തിന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് കളിക്കാൻ പോവും. മോൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളികളൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നാലെ പോയി ചോറ് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കൊടുക്കുന്ന രീതി. എന്നാലും കുഴപ്പമില്ല, അവൾ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്ത് പ്രശ്നം ഒന്നും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് അങ്ങ് നിന്നോളും. എങ്ങനെയും കഴിച്ച് കിട്ടണമെന്നേ ഉള്ളൂ. ഞാൻ അവൾക്ക് ആദ്യമേ എല്ലാ പച്ചക്കറിയും ഞാൻ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നോ അതെല്ലാം കൂട്ടി കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെയല്ലേ കുട്ടികളൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കുള്ളൂ. നന്നായിട്ട് ഉപ്പേരിയും പച്ചക്കറിയും എല്ലാം കൊടുക്കും. ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫിഷിൻ്റെ ഒക്കെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഫിഷ് കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ ചോറ് നോക്കുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറും ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് ഈ ബേക്കറി അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മിഠായിൻ്റെ ആളാണ്. മിഠായി പിന്നെ എപ്പോൾ കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മിഠായി അങ്ങനെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറില്ല. പിന്നെ അതിന് ശേഷം ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. മോൾക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഏച്ചിയും വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കും കൂടി ഷോപ്പിൽ പോകണമെന്ന് വരുമോ ചോദിച്ചിട്ട് അങ്ങനെ ഞാനും എൻ്റെ ഏച്ചിയും കുഞ്ഞിനും കൂടി പോയി കേട്ടോ. ഏച്ചീൻ്റെ കുഞ്ഞിനെ പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാനും പിന്നെ ചെരുപ്പെല്ലാം വാങ്ങിക്കാനുണ്ടേനും. അങ്ങനെ ഏച്ചിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും കൂടി അവൾ ചെരുപ്പ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ വടകരയുള്ള ഫീറ്റ് ഫാഷൻ എന്ന് പറഞ്ഞൊരു ചെരുപ്പ് ഷോപ്പാട്ടോ. വടകര പുതിയ സ്റ്റാൻഡിലാട്ടോ. ഒരുപാട് സെലക്ഷൻ ഉണ്ട് അവിടെ തന്നെ. ഫാൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാൻസിയിൽ നിന്ന് എൻ്റെ മോക്കുള്ളൊരു മാലയും വാങ്ങി. പിന്നെ ഏച്ചിക്ക് എന്തൊക്കെയോ വാങ്ങേണ്ടിയിട്ട് അങ്ങനെ എല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ കാറ് കുറച്ച് മുന്നോട്ടേനെ ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് നടന്ന് പോവാം കേട്ടോ. അന്നത്തേക്ക് മോളെ എടുത്ത് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ രമ്യ ചേട്ടാ റോഡൊക്കെ ക്രോസ് ചെയ്ത് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. പൊതുവേ ഞാൻ മോളെ ഒറ്റയ്ക്കെടുത്ത് തന്നെ അങ്ങനെ പുറത്ത് പോക്കില്ല. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 7 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഭയങ്കര ടയേർഡായി. ചായ ഒന്നും കുടിക്കാണ്ട് പോയി. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ടയേർഡായി. മൂക്കാണ് നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ മോളെ എടുത്ത് എവിടെയും കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് രമേശ് അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. ചെറിയ കുഞ്ഞനുള്ളതുകൊണ്ട് വേഗം അവളങ്ങ് പോയിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.